മലപ്പുറം വണ്ടൂരിൽ പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് മതിലിടിച്ചു. ഗേറ്റിനടുത്ത് നിന്നിരുന്ന കുട്ടികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. അപകടത്തിന്റെ ദൃശ്യങ്ങൾ 24. വിപിൻ സി വിജയനുണ്ട് വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. വിപിൻ, ആ ദൃശ്യങ്ങൾ പേടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. എന്തോ ഭാഗ്യത്തിന് തലനാരിഴയ്ക്കാണ് കുട്ടികൾ അവിടെ നിന്നും രക്ഷപ്പെട്ടതെന്ന് അറിയാൻ സാധിക്കുന്നു. അവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? കീർത്തന, ഞെട്ടിപ്പിക്കുന്ന ഭീതിപ്പെടുത്തുന്ന 51-നാണ് ഈ അപകടം നടക്കുന്നത്. വണ്ടൂർ വൈക്കലങ്ങാടിയിലാണ് നിയന്ത്രണം വിട്ട് മിനി പിക്കപ്പ് വാന് ഈ വീടിൻ്റെ മതിൽ തകർക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വീടിൻ്റെ പൂമുഖത്തും ഒപ്പം തന്നെ വീടിൻ്റെ ആ ഗേറ്റിനോട് ചേർന്നും കുട്ടികൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് മിനി പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് വീടിൻ്റെ മതിലിലേക്ക് പാഞ്ഞു കയറുന്നത്. ഈ സമയത്ത് അവിടെ കുട്ടികൾ ഉണ്ടായിരുന്നു. പക്ഷേ തലനാരിഴയ്ക്ക് ഇവർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ചേർന്നിട്ടാണ് ഈ ഒരു അപകടം നടക്കുന്നത്. അതോടുകൂടി തന്നെ ആ മതിൽ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്. എന്താണ് ഇതിൻ്റെ ഒരു കാരണം? ഡ്രൈവർ ഉറങ്ങിയതാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇതിനോടൊപ്പം തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ 7:50 കൂടിയാണ് ഈ അപകടം നടക്കുന്നത്. കുട്ടികൾ ഒരു വശത്തേക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ശബ്ദം കേൾക്കുകയും അങ്ങ് മാറുന്നത് നമുക്ക് CCTV-യിൽ കാണാം. അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. മലപ്പുറം വണ്ടൂരിലാണ് പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് മതിലിലേക്ക് ഇടിച്ചു കയറിയത്. സമീപത്തുണ്ടായിരുന്ന 2 കുട്ടികളാണ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. കുട്ടികളുടെ കൃത്യമായ ഒരു സംയോജിതമായ ഇടപെടൽ എന്നൊക്കെ പറയുന്ന പോലെ അവിടെ നിന്ന് മാറാൻ തോന്നിയതൊക്കെയാണ് വലിയൊരു അപകടം. ഗേറ്റിന്റെ 2 പാളികളുണ്ട്. അതിൽ ഒരു പാളികളിൽ ഇങ്ങനെ പിടിച്ച് സാധാരണ കുഞ്ഞുങ്ങൾ അങ്ങനെ ചെയ്യുമല്ലോ. അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പുറത്തെ പാളി അതുപോലെ തന്നെ മതിലിന്റെ ഭാഗം പൂർണ്ണമായും തകർന്നു. ഒപ്പം തന്നെ ഈ ഇഷ്ടികകളൊക്കെ അങ്ങോട്ട് തെറിക്കുന്നത് കണ്ടു. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ദേഹത്തൊക്കെ അത് കൊണ്ടിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും അത് അവര് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. വീട്ടിനുള്ളിൽ നിന്ന് ഇറങ്ങി വന്നവരും പെട്ടെന്നൊന്ന് പകച്ചുപോയി. രണ്ട് കുഞ്ഞുങ്ങൾ ഇവിടെയുണ്ട്. സിറ്റ് ഔട്ടിൽ 2 കുഞ്ഞുങ്ങൾ ഇരിക്കുന്നുണ്ട്. ആലോചിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്.